അയ്യോടി, നീ ടെൻഷൻ ആവണ്ട. ഒരു വീട്ടിലാണെങ്കിലും അവർ രണ്ടു മുറിയിലായിരിക്കും, ഉറപ്പാ. ഇല്ല, ഇന്ന് എല്ലാത്തിന്റെ അവസാനം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഞാൻ വേഗം കിച്ചണിൽ നിന്ന് കറിക്കത്തി എടുത്തു. എല്ലാത്തിനും കാണാം അവള രേഷ്മ. അരിയും ഞാനിന്നവളെ പടവലങ്ങ പോലെയോ? പടവലങ്ങ അരിയും പോലെ അരിയും. ഞാൻ വേഗം അടുത്ത വീട്ടിലെ ഗേറ്റ് തള്ളി തുറന്നങ്ങ് കയറി കോളിംബിൽ അടിച്ചുകൊണ്ടിരുന്നു. എന്തായിരിക്കും നടക്കാൻ പോകുമെന്ന ആകാംക്ഷയിൽ ഗാലറിയിൽ നിന്ന് കളി കാണുന്ന മാളോ. കളിപ്പിൽ തന്നെ എന്റെ കെട്ടിയനെ നേരിടാൻ എന്റെ മനസ്സ് സജ്ജമാക്കി. എന്ന വാതിൽ തുറന്നു വന്ന ആളെ കണ്ട് ഉയർത്തിയ കറിക്കത്തി പതിയെ താഴ്ന്നു. ഒരു ചെറുപ്പക്കാരൻ, കണ്ടാൽ ഒരു 30-32 വയസ്സ് പ്രായം കാണും. ഡി, നിനക്ക് വീട് മാറിയെന്നാ തോന്നേ. മാളു ശബ്ദം താഴ്ത്തി പറഞ്ഞെങ്കിലും ഇന്ന് രാവിലെ രേഷ്മയും കൊണ്ട് വീടിനകത്തേക്ക് നടന്നു പോകുന്ന കെട്ടിയനെയാണ് അപ്പോൾ ഓർമ്മ വന്നത്. ആരാ നിങ്ങളൊക്കെ? എന്താ വേണ്ടേ? അയാളോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ ഞാൻ പരിങ്ങി. എന്റെ ചക്കുളത്തമ്മേ, ഇനി ഞാൻ രാവിലെ സ്വപ്നം കണ്ടതാണോ? ഹലോ, നിങ്ങളോടാ ചോദിച്ച ആരാന്ന്? മാളു എന്റെ അവസ്ഥ മനസ്സിലാക്കി അവൾ തന്നെ സംസാരിച്ചു തുടങ്ങി. ആക്ച്വലി ചേട്ടാ, ഞങ്ങൾ അടുത്ത വീട്ടിലെ പുതിയ താമസക്കാരായതുകൊണ്ട് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. ഈ കത്തിയും കൊണ്ടോ? അത് പിന്നെ പടവലങ്ങ അരിയ. പടവലങ്ങയോ? ആ, അത് പിന്നെ ചേട്ടാ, ഞങ്ങൾ കറിക്കുള്ള പടവലങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ പുതിയ താമസക്കാർ വന്ന കാര്യം അറിഞ്ഞത്. ബൈ ദുബായ്, ചേട്ടന്റെ പേരെന്തുവാ? എന്റെ പേര് മാളവിക. ഞാൻ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക. ചേട്ടനോ? മാളു അവളുടെ കോഴി സ്വഭാവം പുറത്തെടുത്തു. ഞാനൊന്നും വേണ്ടാതെ ആലോചനയിലോ ആണ്ടു. രാവിലെ വല്ലോ സ്വപ്നം കണ്ടതാണോ? ഞാൻ വിഷ്ണു, ഇവിടെ അടുത്ത സ്കൂളിലെ അധ്യാപകനാണ്. ആഹാ, സാറായിരുന്നോ? എങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടിയതാണോ? ആ, ഞാൻ ചോദിച്ചു വാങ്ങിയ ട്രാൻസ്ഫർ ആണ്. പിന്നെ എന്നെ സാറെന്നൊന്നും വിളിക്കണ്ട, വിച്ചുവേട്ട എന്ന് ഷോർട്ടാക്കി വിളിച്ചാൽ മതി. എല്ലാരും എന്നെ അങ്ങനെ വിളിക്കുന്നേ. മാളു അയാളുടെ ജാതകം വരെ പറയിപ്പിക്കുമെന്ന് തോന്നിയതിന് ഞാൻ അവരുടെ രണ്ടുപേരുടെയും സംസാരത്തിനിടയിൽ കയറി എന്റെ സംശയം എടുത്തിട്ടു. സാർ ഒറ്റയ്ക്കാണോ താമസം? ഏയ് അല്ല, വൈഫും എന്റെ ഒരു ഫ്രണ്ടുമുണ്ട്. വൈഫോ? ഇനി രേഷ്മയുടെ കെട്ടിയോളാണോ? അയ്യടി, ഇങ്ങനെ കെട്ടിയതാ, വെറുതെ എന്റെ ടൈം വേസ്റ്റായി. എന്റെ ചെവിക്കരികെ അവൾ കുശൂഷിക്കാൻ തുടങ്ങി. ആനക്കാര്യത്തിന്റെ ഇടയ്ക്ക് അവളുടെ പുട്ടുകച്ചവടം. അവളെ ശ്രദ്ധിക്കാതെ ഞാൻ അയാളോട് വീണ്ടും എന്റെ സംശയം ദൂരീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആഹാ, എന്താ സാർ? അല്ല, വിച്ചുവേട്ടന്റെ വൈഫിന്റെ പേര്? രേഷ്മ. അയ്യമ്മാ, ആ നാശം അങ്ങനെ ഇങ്ങയുടെ തലയിലായല്ലോ. സന്തോഷം. ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടെന്നല്ലേ പറഞ്ഞു. അത് ചിലപ്പോ എന്റെ കെട്ടിയോനായിരിക്കും. അപ്പൊ എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ അറിയാൻ ഇനിയുമുണ്ടെന്ന അർത്ഥം. അല്ലെങ്കിൽ എനിക്കറിയാം എന്റെ കെട്ടിയോനെ. എന്നെ മറന്ന് വേറൊരുത്തിയെ സ്വീകരിക്കാനുള്ള വൃത്തികെട്ട മനസ്സല്ല എന്റെ ശംഭൂസിനെ. ആരാടാ അവിടെ? അകത്തു നിന്നുള്ള ആ ശബ്ദം എന്റെ ശംഭൂസിന്റെയാണ്. എന്നെ കാണുമ്പോ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ഒരു ഉമ്മയെങ്കിലും തരാതിരിക്കില്ല. ഡാ, അടുത്ത വീട്ടിലെ താമസക്കാരാ, നമ്മളെ പരിചയപ്പെടാൻ വന്നതാ. ഒന്ന് മൂളിക്കൊണ്ട് ശംഭൂസ് തലയും തോർത്തി പിച്ചുവേടിന്റെ അരികിലേക്ക് വന്നു. തുവർത്തിക്കഴിഞ്ഞ് തല ഉയർത്തിയതും എന്നെയും മാളുവിനെയും കണ്ട് ഞെട്ടുമെന്ന് വിചാരിച്ച ഞാൻ മണ്ടി. അങ്ങനെ ഞങ്ങളെ കണ്ടിട്ട് ഒരു പരിചയഭാവം ഇല്ലാതെ നിൽക്കുക. ഇവരൊക്കെ ആരാടാ? ഞങ്ങൾ അറിയില്ലടാ കാലമാടാ നിനക്ക്. നിന്റെ കെട്ടിയോളടാ പട്ടി ഞാൻ. ഡാ, ഇത് മാളവിക. പിന്നീത്. അയ്യോ, തന്റെ പേര് പറഞ്ഞില്ലല്ലോ. എന്തായിരുന്നു പേര്? വിച്ചുവേട്ടന്റെ ചോദ്യത്തിന് എന്റെ കെട്ടിയോനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയിട്ടാണ് മറുപടി പറഞ്ഞത്. അമൃത. അമ്മോന്ന് വിളിക്കും. ഞാൻ മാളുവിനെ നോക്കിയപ്പോ പൊട്ട ആട്ടം കാണുന്ന പോലെ ഒരു നിൽപ്പ. ഞാൻ വിച്ചുവേട്ടനോട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഗേറ്റ് കടന്ന് പിന്തിരിഞ്ഞ് ശംഭൂസിനെ നോക്കിയപ്പോ ആൾ അവിടെ തന്നെ ഞങ്ങളെ നോക്കി നിൽപ്പുണ്ട്. പിന്നെ പെട്ടെന്ന് അകത്ത് കയറി വാതിലടച്ചു. ഞാൻ വിഷമത്തോടെ തല താഴ്ത്തി മാളുവിനെ നോക്കി. അവളാണെങ്കിൽ ഭയങ്കര തിങ്കിങ്ങിലാണ്. എന്താ ഇത്രമാത്രം ചിന്തിച്ചു കൂട്ടുന്നതെന്ന് ചോദിച്ചതും അവൾ പറഞ്ഞ കാര്യം കേട്ട് അവിടെ കിടന്ന മടലെടുത്ത് അടിക്കാൻ ഓടിച്ചു. അയ്യോ, ഓടി വരണേ, ഈ കാലത്തേനെ കൊല്ലുന്നേ. മാളു അമ്മൂസിന് പിടികൊടുക്കാതെ ചുറ്റുവട്ടത്തൊക്കെ ഓടി രണ്ടും ക്ഷണിച്ച് സുല്ലിട്ട് വീട്ടിലേക്ക് മടങ്ങി. മാളു ജെക്കിലെ വെള്ളം മടമടാന്ന് കുടിച്ച് സോഫയിലിരിക്കുന്ന അമ്മൂസിന്റെ അടുക്ക് പതിയെ വന്നിരുന്നു. അമ്മൂസെ, ദി സോറി. ശബരിയേട്ടൻ നമ്മളെ കണ്ടിട്ട് അപരിചിതരെ പോലെ നോക്കുന്ന കണ്ടോണ്ട് എനിക്ക് ഡൗട്ട് തോന്നിയതാ അൽഷിമേഴ്സ് ആയിരിക്കുമെന്ന്. ദേ, എന്റെ അടുക്കുന്ന മാറി നിന്നോ, അല്ലെങ്കിൽ തന്നെ അങ്ങയുടെ പെരുമാറ്റം കണ്ട് തല പൊട്ടിയിരിക്കോ. അപ്പോഴാ അവളുടെ അൾഷിമേഴ്സ്. അത് ഡി, നീ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? കൂടുതൽ നായികയും നായകനും പിണങ്ങിക്കഴിഞ്ഞ് തിരികെ വരുമ്പോൾ അതിലേതെങ്കിലും ഒരാൾക്ക് അൾഷിമേഴ്സ് വന്ന് എല്ലാ ഓർമ്മയും പോകും. അപ്പൊ നിനക്കും അതായിരിക്കും സംഭവിച്ചതെന്ന് ഞാൻ വിചാരിച്ചു. അത് സിനിമ, ഇതെന്റെ ലൈഫാ. അത് കാണുന്നവർക്കും തോന്നണ്ടേ? നീ എന്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നീ കുറെ വാങ്ങിച്ചു കൂട്ടും. ഓ, ഞാൻ പോയേക്കാവേ. ഡി, പിന്നെ എനിക്ക് വീണ്ടും ഒരു സംശയം. എനിക്ക് കേൾക്കണ്ട നിന്റെ ഊള സംശയമൊന്നും. എടി, ഇതെന്റെ നേരത്തെ പോലെയുള്ള ഊള സംശയമല്ല, ഉറപ്പ്. എന്താന്ന് വെച്ചാ പറഞ്ഞ് തൊലയ്ക്ക്. എനിക്ക് തോന്നുന്നത് അത് നിന്റെ കെട്ടിയ ശബരിയായിട്ടാകാൻ വഴിയില്ല. നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഐ തിങ്ക് അത് നിന്റെ കെട്ടിയ ടിൻ ബ്രദർ ആണെങ്കിലോ? അപ്പൊ ഞാൻ രാവിലെ അങ്ങയുടെ കൂടെ കണ്ട രേഷ്മയും അവളുടെ ടിൻ സിസ്റ്റർ ആയിരിക്കും. ആ, ചിലപ്പോ അങ്ങനെയും വരാം. ഇനി ഇവിടെ വളരാൻ അനുവദിച്ചുകൂടാ. കയ്യിൽ കെട്ടിയ ഫ്ലവർ വൈസ് എടുത്ത് ഞാൻ അവൾക്ക് നേരെ പാഞ്ഞു.
അപകടം മനസ്സിലാക്കിയ അവൾ വഴിയറിയാതെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് എങ്ങോട്ടൊക്കെയോ ഓടി. ശോ, എന്താ ഇനി ചെയ്യാ? എവിടെ നിന്ന് തുടങ്ങണമെന്നൊരു പിടിയുമില്ല. നീ എന്താടി ഒരുമാതിരി മുട്ടയിടാൻ നടക്കുന്ന കോഴിയെപ്പോലെ? എന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നടത്തം കണ്ട് മാളക്കോഴി ട്രോൾ ചെയ്താ. നീ ഒന്ന് പോയേ, എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോഴവൾ ട്രോളാൻ നടക്കുക. ഓ, ഇതുവരെ ആരെയും ട്രോളാത്തൊരു പുണ്യാളത്തി. മിണ്ടായിരിക്കടി കോപ്പേ. ഓംബ്ര. ശോ, ശംഭൂസിന് ഇങ്ങനെ വേണ്ടേ? അങ്ങനെ എന്നെ ഒഴിവാക്കൂ. ഡി കോപ്പേ, ഡി മാളു. അവളാണെങ്കിൽ ചിപ്സ് കയറ്റിക്കൊണ്ടിരിക്കുക. എന്താടി ഡി, ശംഭൂസ് എന്നെ ഡിവോഴ്സ് ചെയ്യുവോ? എന്നിട്ട് അങ്ങനെ വേറെ കെട്ടുവോ? ഞാൻ ചോദിച്ചതിന് മറുപടി നൽകാതെ അവൾ എന്നെ കൂർപ്പിച്ച് നോക്കുക. എന്താടി നോക്കി പേടിപ്പിക്കുന്നേ? നിന്റെ പറച്ചിൽ കേട്ടിട്ട് നോക്കിയതാ. ശബരിയേട്ടനെ 2 വട്ടം തേച്ചൊട്ടിച്ച ടല്ലേടി നീ ഇങ്ങോട്ട് വന്നത്. എന്നിട്ടിപ്പോ പറയുന്ന കേട്ടില്ലേ ഡിവോഴ്സ് ചെയ്യുവോന്ന്. ആ ചേട്ടന്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ എപ്പോഴും നിന്നെ കളഞ്ഞ് വേറെ അടിപൊളി പെണ്ണിനെ കെട്ടി നിന്റെ മുന്നിൽ കൂടെ നടന്നനെ. അവൾ പറഞ്ഞതെല്ലാം സത്യമാ. കാര്യം എന്താണെന്ന് തിരക്കാതെ അപ്പോഴത്തെ മൈൻഡിൽ ഞാൻ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടി. ശബരിയേട്ടനെ എത്രയോ വട്ടം കുത്തി നോവിച്ചിരിക്കുന്നു. അന്ന് ബീച്ചിൽ വെച്ച് രേഷ്മ തെറ്റെല്ലാം ഏറ്റു പറഞ്ഞതിന് ശേഷം വേറെ എന്തൊക്കെയോ പറയാൻ തുടങ്ങിയതായിരുന്നു. എന്നാൽ പെട്ടെന്ന് കേട്ട ഷോക്കിലും ദേഷ്യത്തിലും പരിസരം മറന്നവളെ അടിച്ചു വീഴ്ത്തി. പിന്നെ ശംഭൂസിന്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന അവളെ കണ്ടപ്പോൾ എന്റെ മനസ്സ് കൈവിട്ടു പോയി. അതാ ആരോടും പറയാതെ മാളുവിന്റെ കൂടെ ഇങ്ങോട്ട് വന്നത്. 2 വീട്ടിലെ അവസ്ഥയെക്കുറിച്ച് പോലും അന്വേഷിക്കാൻ ഞാൻ മെനക്കെട്ടില്ല. അതിന് പിറകില് എന്റെ വാശിയായിരുന്നു. ഇനി എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എന്റെ ശംഭൂസിനെ വേണം. എന്നിട്ട് പുതിയൊരു ജീവിതം തുടങ്ങണം. ആര് കണ്ടാലും കൊതിക്കുന്ന തരത്തിലുള്ള. അതിനു മുമ്പ് ഞാൻ അറിയാത്തതായിട്ടുള്ള എല്ലാ സത്യങ്ങളും എനിക്കറിയണം. രേഷ്മ, അവൾക്ക് ഇനി പറയാൻ സാധിക്കും. ശംഭൂസ് ആണെങ്കിൽ എന്നെ പരിചയമില്ലാത്ത പോലെ നടക്കും. അതുകൊണ്ട് അങ്ങേരോട് കയറി ചോദിക്കാൻ പറ്റില്ല. ഇതിനെല്ലാം എനിക്ക് മാളുവിന്റെ സഹായം കൂടിയേ തരും. മാളൂസേ, ഡി, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുവോ? എന്തുവാ? ഡി, എനിക്ക് ആ രേഷ്മയോടൊന്ന് സംസാരിക്കണം. അവളുടെ കൈയും കാലും തല്ലി ഓടിക്കാനുള്ള പരിപാടിക്കാണെങ്കിൽ പൊന്നുമോളെ എന്നെ വിട്ടേക്കും. ഡി, ഇതതിനൊന്നുമല്ല. ഞാൻ അറിയാത്ത വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് അറിയണം. രേഷ്മയുടെ നാവിൽ നിന്ന് തന്നെ എനിക്ക് എല്ലാം അറിയണം. ഓക്കെ, നീ എന്തെങ്കിലും നല്ലൊരു ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വാ. ഫുഡോ? എന്തിന്? ഇടി കോപ്പേ, അങ്ങോട്ട് വെറുതെ കയറി ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് കൊടുക്കുവാണെങ്കിൽ ആ പേര് അവരുടെ കൂടെ കുറച്ച് ടൈം സംസാരിക്കാം. പിന്നെ ആ രേഷ്മയെ ഒറ്റയ്ക്ക് കിട്ടുന്ന സമയം നിനക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചറിയാനും പറ്റുമല്ലോ. ആ, നിന്റെ തല ആൾതാമസമൊക്കെ ഉണ്ടല്ലേ? പിന്നെ നീ എന്താ കരുതി നിന്നെപ്പോലെ തലക്കകത്ത് പിണ്ണാക്ക് ഇറച്ചി വെച്ചേക്കുവാണെന്നോ? അവളെ പുച്ഛിച്ച് വെട്ടിത്തിരിഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. പട്ടി തിണ്ടി ചെറ്റ കോപ്പ്. ഐഡിയ പറഞ്ഞു തന്നതിന്റെ ഒറ്റ കാരണം കൊണ്ട് വെറുതെ വിടുന്നു കോപ്പിനെ കാലമടത്തി. ഷോ, ഇപ്പൊ എന്തോ ഉണ്ടാക്കും? ആ, സമൂസ ഉണ്ടാക്കാം. എവിടെ യൂട്യൂബ്? ഇന്ന് ഞാനൊരു കലക്കും. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പുറത്തെ വീട്ടിലെ കോളിംഗ് ബെൽ അടിച്ചു. എന്നാൽ ഞങ്ങളുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് വാതിൽ തുറന്നത് രേഷ്മയായിരുന്നു. അവളെ കണ്ടപ്പോൾ തന്നെ ആദ്യം ദേഷ്യം ഉടലെടുത്തെങ്കിലും പിന്നെ എല്ലാം അറിയേണ്ട ആവശ്യം എന്റെ ആയതുകൊണ്ട് ഞാനൊന്നും മിണ്ടാതെ നിന്നു. രേഷ്മ എന്നെ കണ്ട് ആദ്യം ഞെട്ടിയിട്ട് പിന്നെ ചിരിയോടെ ഞങ്ങളെ ഇരുവരെയും അകത്തേക്ക് ക്ഷണിച്ചു. അവളാണെങ്കിൽ വയ്യാത്ത പോയ നടപ്പൊക്കെ. ശരീരം ഇപ്പോൾ എല്ലാം തോലുമായ രീതിയിലാണ്. ഇവൾക്ക് എന്ത് പറ്റി? അതൊക്കെ ഞാനെന്തിനാ അറിയുന്നത്? ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം, നിങ്ങളിരിക്കെ. എന്നാ അതിന് മറുപടി പറഞ്ഞ മാളുമായിരുന്നു. ഏയ്, അതൊന്നും വേണ്ട, ഞങ്ങൾ ഇത് തരാൻ വേണ്ടി വന്നതാ. എന്താ ഇത്? സമൂസ. ഞാൻ എന്റെ കൈ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാ. പട്ടി, കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഞാൻ. എന്നിട്ട് ക്രെഡിറ്റ് മുഴുവൻ നിനക്കല്ലേ? ഓഹ്, എന്തെങ്കിലും ആട്ടെ, പുല്ല്. ശംഭൂസിനെ കാണുന്നില്ലല്ലോ. പുള്ളി ഇനി ഇവിടെ ഇല്ലേ? എന്റെ മനസ്സ് മനസ്സിലാക്കിയ പോലെ മാളു രേഷ്മയോട് അവരെ കുറിച്ച് ചോദിച്ചു. രേഷ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരും ഇല്ലേ ഇവിടെ? പിച്ചേട്ടനുണ്ട്, പുള്ളി കുളിക്കുക. പിന്നെ ശബരിയേട്ട എന്തോ കാര്യത്തിന് വെളിയിലേക്ക് പോയേക്കുക. അതവൾ എന്നെ നോക്കിയാണ് പറഞ്ഞത്. മാള് കണ്ണുകൊണ്ട് അവളോട് ചോദിക്കാൻ പറഞ്ഞു. ശരിയാ, ഇതുപോലൊരു അവസരം പിന്നെ കിട്ടിയെന്ന് വരില്ല. രേഷ്മ, എനിക്ക് വളച്ചു കെട്ടാനൊന്നും വയ്യ. ഞാൻ അറിയാത്ത കാര്യങ്ങളൊക്കെ അതെന്തൊക്കെയാണോ അതെല്ലാം എനിക്കറിയണം. ഞാനും അമൃതയ്ക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്തത്. അന്നാ ബീച്ചിൽ വെച്ച് എല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കാമെന്ന് വെച്ചാ ഞാൻ വന്നത്. പക്ഷേ ഞാൻ മൗനം പാലിച്ചു. എന്റെ എടുത്തുചാട്ടമാണ് എല്ലാത്തിനും കാരണം. അമൃത, ഞാനും ശബരിയേട്ടനും പിരിഞ്ഞതിന്റെ ശരിക്കുള്ള കാരണം വേറെ. എനിക്ക് വീട്ടിൽ ഒത്തിരി പ്രപ്പോസലൊക്കെ വരുന്ന സമയം. എല്ലാ തെപ്പുകാരികളെ പോലെ ലക്ഷറി ലൈഫും പണവും ഉള്ളവനെ കണ്ടപ്പോൾ ശബരിയേട്ടനെ വേണ്ടാന്ന് വെച്ചു. അതിനുള്ള ശിക്ഷയും എനിക്ക് കിട്ടി. കല്യാണ നിശ്ചയത്തിന്റെ തലേന്നാണ് എല്ലാവരും അറിഞ്ഞത് എന്നെ കെട്ടാനിരുന്നവന് വേറെ ഭാര്യയും മക്കളുമുള്ള കാര്യം. പിന്നൊരു കുറ്റബോധമായിരുന്നു. ശബരിയേട്ടന്റെ കാല് പിടിച്ചായാലും ആ മനസ്സിൽ വീണ്ടും കയറിപ്പറ്റണമെന്ന ചിന്തയിൽ ഏട്ടന്റെ അടുക്കലേക്ക് വന്നപ്പോഴാണ് അമൃതയാണ് അപ്പോൾ എന്റെ സ്ഥാനത്തെന്ന് മനസ്സിലായത്. എങ്ങനെയും നിങ്ങളെ അകറ്റണമെന്ന എന്റെ ദുശ്ചിന്ത കാരണം ഞാൻ പറഞ്ഞ കള്ളങ്ങൾ വിശ്വസിച്ച് അമൃത ശബരിയേട്ടനിൽ നിന്ന് അകന്നു മാറി. ചെയ്തു കൂട്ടിയതിനെല്ലാം ഇപ്പൊ ഞാൻ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കാം. ക്യാൻസറാണ്, 3rd സ്റ്റേജാ. ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ ഓരോ അനുഭവം വരുമ്പോഴാണല്ലോ പഠിക്കുന്നത്. അത് തന്നെ എന്റെ ജീവിതത്തിലും സംഭവിച്ചു.
ചെയ്ത തെറ്റെല്ലാം ഞാൻ ശബരിയേട്ടനോട് ഏറ്റു പറഞ്ഞു. ആദ്യം 2 അടി കിട്ടിയെങ്കിലും ഞാനൊരു രോഗിയാണെന്ന പരിഗണന വെച്ച് അതൊരു സഹതാപത്തിലേക്ക് വഴിമാറി. പിന്നെ അമൃതയെ വിവാഹം കഴിച്ചെങ്കിലും സ്വസ്ഥത എന്നത് ദാമ്പത്യ ജീവിതത്തിൽ കിട്ടിയില്ലെന്നറിഞ്ഞപ്പോൾ അമൃതയുടെ എല്ലാ സത്യങ്ങളും ഞാനായിട്ട് തന്നെ പറയാമെന്ന് തീരുമാനിച്ചു. അതിനാണ് അന്ന് ബീച്ചിലേക്ക് വന്നത്. പക്ഷെ നടന്നത് വേറൊന്നും. അപ്പൊ വിച്ചുവേട്ടൻ? മാള് വരുന്നു ചോദിച്ചത്. എന്നുള്ളിലും ആ സംശയമുണ്ടായിരുന്നു. എന്റെ മുറച്ചെറുക്കന എല്ലാം അറിഞ്ഞ് എന്നെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചതാ. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അമൃത, സോറി എല്ലാത്തിനും. ഇരു ധ്രുവങ്ങളിൽ കഴിയാതെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്ന ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊന്നും വേണ്ടിയില്ല. വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് നടന്നു. ഇനി എന്ത് എന്ന ചിന്ത മനസ്സിലേക്കൊരു ചോദ്യചിഹ്നമായി നിന്നു. ഫോണിൽ നമ്പർ ഡയൽ ചെയ്തിട്ട് കോൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ എന്തോ ഒരു പേടി. മാളു, ഡി വിളിക്കട്ടെ? വിളിക്കടി കോപ്പേ. എന്താ പ്രതികരണമെന്നറിയാമല്ലോ. അഥവാ വഴക്ക് പറഞ്ഞാലോ? ഇപ്പൊ 3 മാസമായില്ലേ? നീ ആരുമായിട്ടും കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നല്ലോ. പെട്ടെന്നുള്ള നിന്റെ ശബ്ദം കേൾക്കുമ്പോ തന്നെ നിന്റെ അമ്മ കരയുമായിരിക്കും. പിന്നെ സാവധാനത്തിൽ നിന്റെ വിശേഷമൊക്കെ ചോദിക്കും. എവിടാ, എങ്ങനെ എന്നൊക്കെ. അങ്ങനെ കോൾ ചെയ്തു. കുറെ നേരമായിട്ട് റിങ് ചെയ്യുന്നുണ്ട്. ബട്ട് ആരും എടുക്കുന്നില്ല. ഹലോ? അയ്യോ, പോരാളി അറ്റൻഡ് ചെയ്തല്ലോ. ഹലോ, ആരാ? സംസാരിക്കാൻ എന്തോ ഒരു വിറയൽ. മാളു കൈകൊണ്ട് സംസാരിക്കാനൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇല്ലാത്ത ധൈര്യമൊക്കെ സംഭരിച്ച് ഞാൻ ഹലോ പറഞ്ഞു. ഹലോ ഹലോ അമ്മേ, ഇത് ഞാനാ, അമ്മു. അത് പറഞ്ഞു കഴിഞ്ഞതും എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചു തുടങ്ങി. ആരാന്നാ പറഞ്ഞേ? ഞാനാ അമ്മേ, അമ്മയുടെ അമ്മു. ആരാടി ഇതിന്റെ അമ്മ? പോരാളിയുടെ ആട്ടെ ഫോൺ കയ്യിൽ നിന്ന് താഴെ വിടാൻ പോയെങ്കിലും ഞാനത് പിടിച്ചു. പോരാളി കലിപ്പ് മൂടിലാണ്. ഒഴുകിയിറങ്ങിയ കണ്ണുനീരൊക്കെ തിരികെ കണ്ണിലേക്ക് തന്നെ ലാൻഡായി. ഞാൻ കുറച്ച് പേടിയോടെ ഫോൺ ചെവിയിൽ പതിയെ വെച്ചിട്ട് സംസാരിച്ചു. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് ശരിക്കും സങ്കടമായി. നീ കാണിച്ച തെണ്ടിത്തരത്തിന് ഞാൻ നിന്നെ പ്രശംസിക്കണമായിരുന്നോ? അമ്മേ, എല്ലാവരും തെറ്റിദ്ധാരണ കാരണമാ ഞാൻ. നീ ഇനി കൂടുതലൊന്നും പറയണമെന്നില്ല. എല്ലാ കാര്യങ്ങളും ശബരിമ പറഞ്ഞു. ഓഹോ, അപ്പൊ എല്ലാവരും എല്ലാം അറിഞ്ഞു അല്ലേ? അമ്മേ, തെറ്റ് എന്റെ ഭാഗത്താ. എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. ഏട്ടനാണെങ്കിൽ എന്നെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതുകൊണ്ട് അമ്മ തന്നെ ഏട്ടനോട് പറഞ്ഞ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യുവോ? എന്റെ ചക്കുളത്തമ്മേ, പോരാളി എന്റെ വലയിൽ വീഴണേ. നാണമില്ലല്ലോടി നിനക്ക് എന്നോട് പറയാൻ. അമ്മയ്ക്കറിയാവുന്ന കാര്യമല്ലേ, എനിക്ക് പണ്ടേ നാണമില്ലാത്ത കാര്യം. എന്റെ മുന്നിൽ വല്ല നീ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ചെകിട് നോക്കി ഞാനൊന്ന് തന്നേനെ. പിന്നെ എന്റെ പുന്നാരമോള് ചെവി തുറന്നു വെച്ച് കേട്ടോ. ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പിണക്കൊക്കെ ഉണ്ടാവും. അത് നീ വലിയൊരു പ്രശ്നമാക്കി ആ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി നിനക്ക് വേണ്ടി ശബരിമോനോട് കെഞ്ചാനെന്ന് എന്നെ കിട്ടില്ല. പിന്നെ 2 ആഴ്ച സമയം ഞാൻ നിനക്ക് തരും. അതിനുള്ളിൽ നീയായിട്ടുണ്ടാക്കിയ പ്രശ്നം നീയായി തന്നെ പരിഹാരം കണ്ടോണം. ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ എന്റെ ശബരിമോന് വേണ്ടി ഒരു നല്ല പെണ്ണിനെ കണ്ടെത്തി കല്യാണം കഴിപ്പിക്കും. അന്ന് ഫോട്ടോസൊക്കെ ഞാൻ വാട്സാപ്പിൽ സെൻഡ് ചെയ്തേക്കാം. എന്നാ ശരി, എനിക്ക് അടുക്കളയെ കുറച്ച് ജോലിയുണ്ട്. അതും പറഞ്ഞ് പോരാളി കോൾ കട്ട് ചെയ്ത് പോയി. അയ്യേ, ഈ പോരാളി എന്താ ഇങ്ങനെ? സ്വന്തം മോളുടെ താലി എടുത്തിട്ട് മരുമോനെ വേറൊരുത്തിയെ കൊണ്ട് കെട്ടിക്കാൻ നോക്കുന്നു. ഇവരെന്റെ പോരാളി തന്നെയാണോ? മാളുക്കോപ്പിനെ നോക്കിയപ്പോ ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ലെന്ന് പറഞ്ഞ പോലെ അവളുടെ പൊടി പോലും ഇല്ല. അല്ലെങ്കിലും എല്ലാത്തിനും എന്നെ പറഞ്ഞാൽ മതി. അവളുടെ വാക്കും വിശ്വസിച്ച് പോരാളി വിളിച്ചതുകൊണ്ട് എന്റെ കെട്ടിയനെ വേറെ കെട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലായമ്മ. പോരാളിയുടെ സംസാരം കേട്ടാലേതാണ്ട് മരുമകളോട് പോരെടുക്കുന്ന പോലെ. അതുപോലെ തന്നെ പോരാളി വേറൊന്നും കൂടെ പറഞ്ഞല്ലോ, സൗന്ദര്യപ്പിണക്കമാണെന്ന്. ചിലപ്പോ അങ്ങനെയായിരിക്കും ശംഭൂസ് വീട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ എങ്ങനെ എന്റെ കെട്ടിയവനെ പറഞ്ഞ് മനസ്സിലാക്കി തിരികെ കൊണ്ടുവരും? അങ്ങനെയാണെങ്കിൽ ലോകത്തില്ലാത്ത ജാട പോലെ എന്നെ കണ്ട നോമായിട്ട്. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് വട്ട് പിടിക്കും. എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ കെട്ടും കൈവിട്ട് പോവേ. അയ്യോ, ഈ കൈ എടുക്കടി, എനിക്ക് വയ്യേ. ഞാനിപ്പോ ചാവും കോപ്പേ. പോരാളിയെ വിളിക്കാനുള്ള ഐഡിയ പറഞ്ഞു കൊടുത്തതിന്റെ ഫലമായി അമ്മൂസ് മാളുന്റെ കൊങ്ങയ്ക്ക് ചെറുതായിട്ടൊന്ന് പിടിച്ചു. അതിന്റെയാണ് മാള് കിടന്ന് കൂവി വിളിക്കുന്നത്. നീ ഞാൻ വീടിലടി കോപ്പേ. നിന്റെ പാട്ട് ഐഡിയ പ്രയോജന പോരാളി 2 ആഴ്ച കഴിഞ്ഞ് എന്റെ കെട്ടുവിന്റെ 2ാം കെട്ട് നടത്തുമെന്നാ പറഞ്ഞേക്കുന്നത്. നീ വിട്. എന്റെ കൈ വേറൊരു പൊളി പ്ലാൻ ഉണ്ട്. അത് യൂസ് ചെയ്ത ശബരിയായിട്ട് നിന്റെ വാലെ തൂങ്ങി നടക്കും. അത് കേട്ടപ്പോ തന്നെ ഞാൻ അവളുടെ കഴുത്തിൽ നിന്നുള്ള പിടിവിട്ടു. കഴുത്തും തടവി മാള് ചുമച്ചുകൊണ്ടിരുന്നു. ആ ഐഡിയ എന്തുവാണെന്ന് വെച്ചാ പറ. ആദ്യം എനിക്ക് കുറച്ച് വെള്ളം താ. കോപ്പ്, ഇവളെ എന്താ ചെയ്യാ? വെള്ളം കൊടുത്തത് ഒരറ്റാക്കായിരുന്നു അവൾ. കുടിക്കുന്നത് കണ്ടാത്തൊന്നും വായിലോട്ട് കമിഴ്ത്തുന്നത് ഏതോ പുതിയ ബ്രാൻഡാണെന്ന്. ഡേ, ഐഡിയ പറയാൻ നോക്ക്. അതിപ്പോ നിനക്കൊത്തിരി വലിയ ജോലിയൊന്നും ഉണ്ടാവില്ല. നാളെ രാവിലെ നേരെ ചെന്ന് ശബരിയേട്ടനെ കാണുക. എന്നിട്ടാ കാലി വീഴുക. വ്യക്തമായിട്ട് പറഞ്ഞ ഞാൻ അങ്ങയുടെ കാല് പിടിക്കണം. അത് തന്നെ. പെട്ടെന്ന് എന്നെ മനസ്സിലാക്കി കളഞ്ഞല്ലോ കൊച്ചു കള്ളി. എന്തായാലും തെറ്റെന്റെ ഭാഗത്താ. അപ്പൊ ഇനി കാലെങ്കിൽ കാല്. പിന്നെ ഇതും ഫ്ലോപ്പായ പൊന്നാര മോളെ എന്നും പറഞ്ഞ അമ്മൂസ് ഹോസ്പിറ്റലിൽ വിളിച്ച് നാളത്തെ ലീവ് പറഞ്ഞു. കൂടെ മാളുവിനും എടുത്തു. അതുപോലെ തന്നെ മാളുവിന് ചെറുതായി പേടിയുമുണ്ട്.
പ്ലാൻ ഫ്ലോപ്പായ അതും ഓർത്ത് മാള് കഴുത്ത് തടവി. രാവിലെ ആയതും വേഗം തന്നെ ഒരുങ്ങിക്കെട്ടി മാളുവിനെയും കുത്തിപ്പൊക്കി ശംഭൂസിന്റെ അടുക്കലേക്ക് വിട്ടു. ഞാൻ കോളിംഗ് ബെൽ അടിച്ചത് വാതിൽ തുറന്നത് വിച്ചുവേട്ടനാണ്. ആഹാ, വാ വാ, ഞാൻ കാണാനിരിക്കുകയായിരുന്നു തന്നെ. എന്തിന് ചോദിച്ചുകൊണ്ട് ഹാളിലെ സോഫയിലേക്ക് ഞാനും മാളും ഇരുന്നു. ശബരിയുടെ വൈഫിനെ ഒന്ന് കാണണമെന്ന് തോന്നി. ഓ, അപ്പൊ എല്ലാം അറിഞ്ഞു. അത് പിന്നെ ഞാൻ കൂടുതൽ തപ്പിത്തടയൊന്നും വേണ്ട. ഇന്നലെ നിങ്ങളിവിടെ വന്ന കാര്യമൊക്കെ രേഷ്മ പറഞ്ഞിരുന്നു. അക്കൂട്ടത്തിൽ താനാരെന്ന കാര്യം എല്ലാം കേട്ടിട്ട് വെറുതെ വിളിച്ചുകൊണ്ടിരുന്നു. വേറെന്ത് പറയാനാ, മാളുവാണെങ്കിൽ ഇരുന്നോണ്ട് ഉറങ്ങാനുള്ള പുറപ്പാടിലാണെന്ന് തോന്നുന്നു. ശവം. വിച്ചുവേട്ടാ, എനിക്ക് ശംഭൂസിനെ ഒന്ന് കാണണം. അതിനെന്താടോ, പോയി കണ്ടു. ദേ ആ കാണുന്ന റൂം. വിച്ചുവേട്ടൻ ചൂണ്ടിക്കാണിച്ച റൂമിലേക്ക് പതിയെ ഡോർ തുറന്ന് അകത്ത് കയറിയത് റൂമിലെ കാഴ്ച കണ്ട് ഞാൻ കണ്ണു മിഴിച്ചു നിന്നു.